മക്ക വിജയത്തിൻ്റെ നാളുകൾ. ഖുറൈശികളിലെ ഉന്നത കുലജാതയായ ഒരു സ്ത്രീ മോഷണക്കുറ്റത്തിന് പിടിക്കപ്പെട്ടു. കോടതി ശിക്ഷ വിധിച്ചു. ദുരഭിമാനം കൊണ്ട് ആ കുടുംബം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സമീപിക്കാൻ തീരുമാനിച്ചു. അതിന് നബി തങ്ങൾക്കേറെ ഇഷ്ടപ്പെട്ട ഹിബ്ബു റസൂലില്ലാഹ്, തങ്ങളുടെ പ്രിയൻ എന്ന പേരുള്ള ഉസാമത്ത് ബിൻ സെയ്ദ് എന്ന അടുപ്പക്കാരനായ സ്വഹാബിയെ തന്നെ ശട്ടം കെട്ടി. മഹാനവറുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സമീപിച്ച് വിഷയം ധരിപ്പിച്ചു. ശിക്ഷയിൽ നിന്ന് ഒഴിവാക്കാൻ ശുപാർശ ചെയ്തു. നീതിയുടെയും ന്യായത്തിൻ്റെയും പക്ഷത്തുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അത് തീരെ ഇഷ്ടപ്പെട്ടില്ല. കുറ്റം ചെയ്തവർ ശിക്ഷിക്കപ്പെടണം. നബി തങ്ങൾ പ്രതികരിച്ചു, എൻ്റെ സ്വന്തം കുടുംബത്തിലെ ഒരു വിശുദ്ധ വനിത കുറ്റം ചെയ്താൽ പോലും ഞാൻ ശിക്ഷ നടപ്പിലാക്കും എന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തു. നീതിബോധത്തിനു മുന്നിൽ വരേണ്യ ചിന്തകൾ ഉണ്ടാകരുത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെ അവസാന നാളുകളിൽ രോഗാവസ്ഥയിൽ 2 സ്വഹാബികളുടെ ചുമലിൽ പിടിച്ച് പള്ളിയിലേക്ക് വന്നു. നിസ്കാരത്തിന് മുമ്പും ശേഷവുമായി അനുചരരെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചു. പ്രഭാഷണ മധ്യേ ആവർത്തിച്ചു പറഞ്ഞത് ഇങ്ങനെയായിരുന്നു: ഞാൻ നിങ്ങൾ ആരെങ്കിലും ദ്രോഹിച്ചിട്ടുണ്ടെങ്കിൽ അവർക്കിപ്പോൾ പ്രതികരിക്കാം. നിങ്ങൾ ആരുടെയെങ്കിലും സമ്പത്ത് ഞാൻ അപഹരിച്ചെങ്കിൽ ഇപ്പോൾ പരിഹാരമെടുക്കാം. ആർക്കെങ്കിലും ഞാൻ മാനഹാനി വരുത്തിയെങ്കിൽ ഇപ്പോൾ പ്രതികാരമെടുക്കാം. ഒരു നേതാവ് അനുയായികളോട് കാണിക്കുന്ന ഉത്തമമായ നീതിബോധം. വിശുദ്ധ ഖുർആനിലെ ഏറ്റവും സമഗ്രമായ സൂക്തമെന്ന് സൂറത്തുൻ നഹലിലെ 90-ാം വചനത്തെ അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു പരിചയപ്പെടുത്തുന്നു. അള്ളാഹു നിങ്ങളോട് നീതി കൊണ്ട് കൽപ്പിക്കുന്നു എന്നതാണ് അതിൻ്റെ സാരം. അലി റളിയല്ലാഹു അൻഹു തൻ്റെ പടയങ്കി കൈവശപ്പെടുത്തിയ ഒരു ജൂത മതസ്ഥനെ കണ്ട് ഇത് തൻ്റേതാണെന്ന് അവകാശവാദം ഉന്നയിച്ചു. ഞാനിതാർക്കും വിറ്റിട്ടില്ല, ദാനം ചെയ്തിട്ടുമില്ല, അതെൻ്റേതാണ്. അദ്ദേഹം ഇത് എൻ്റേത് തന്നെയാണെന്ന് തിരിച്ചും പ്രതികരിച്ചു. ഒരിക്കലും വഴങ്ങിയില്ല. കാര്യം കോടതിയിലെത്തി. ഭരണാധിപനായ അലി റളിയല്ലാഹു അൻഹുവിനോട് അവർക്ക് കീഴിലുണ്ടായിരുന്ന ജഡ്ജി തെളിവ് ആരാഞ്ഞു. സ്വന്തം മകനെ സാക്ഷിയായി കാണിച്ചു കൊടുത്തു. മക്കളുടെ സാക്ഷിത്വം കോടതിക്ക് സ്വീകാര്യമായിരുന്നില്ല. സാക്ഷിയായി വന്നത് സ്വർഗാവകാശിയായ മകനായിരുന്നിട്ട് പോലും കോടതി മറ്റു തെളിവുകൾ ആവശ്യപ്പെട്ടു. ആരുടെ കൈവശമാണുള്ളത് വസ്തു അവരുടേതാണെന്ന സാഹചര്യ തെളിവ് കൊണ്ട് ഭരണാധിപനായ അലി റളിയല്ലാഹു അൻഹുവിനെതിരെ പടയങ്കി ആ ജൂതന് തന്നെ അർഹതപ്പെട്ടതാണെന്ന് വിധി എഴുതി. ഉന്നതമായ ഈ നീതിബോധത്തിൽ ആകൃഷ്ടനായി അദ്ദേഹം ഇസ്ലാം പുൽകി പടയങ്കി തിരിച്ചു നൽകുകയും ചെയ്തു.